റിവീലിംഗ് ജീസസ്. രാജകീയ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടണമെന്നോ? അങ്ങനെയല്ലല്ലോ ഞങ്ങൾ കേട്ടേക്കുന്നത്. ഞങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണെന്നല്ലേ ഞങ്ങൾ കേട്ടേക്കുന്നത്. പക്ഷെ അതേ അധ്യായത്തിനകത്ത് പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു പദമുണ്ട്, നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അങ്ങനൊരു വാക്യമുണ്ടോ? ഉണ്ട്. നമുക്കറിയാവുന്ന വാക്യം ഇതാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. 4 കാര്യങ്ങൾ ഒരു ആത്മീകനെ സംബന്ധിച്ചിടത്തോളം തിരുവചനം നമുക്ക് ഉറപ്പു തരും. നമ്മൾ ആരാന്നറിയാമോ? അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണ്. റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്നൊക്കെ പറയുമ്പോ നമുക്ക് തന്നെ ഒരു അഭിമാനം തോന്നും. എന്നെ പോലുള്ള ശുശ്രൂഷകന്മാർക്ക് ശുശ്രൂഷകനാണെന്ന് പറയാനുള്ള ധൈര്യം വന്നതിന്റെ കാരണം തിരുവചനം പറയാൻ നിങ്ങൾ റോയൽ പ്രീസ്റ്റ്ഹുഡ് ആണ്. ഈ പ്രിവിലേജിനകത്താ പ്രിയരെ നമ്മൾ നടക്കുന്നത്. ഇങ്ങനെ നടക്കുന്ന നമ്മൾ പണിയപ്പെടേണ്ട ആവശ്യമുണ്ട്. ആരാ പുരോഹിതൻ എന്ന് ചോദിച്ചാൽ, പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമാണ്. പുരോഹിതൻ ആരാന്നറിയാമോ? സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാണ്. നമ്മൾ രാജകീയ പുരോഹിത വർഗമാണെന്ന് നമ്മൾ പറയുമ്പോൾ ഈ നാളുകളിൽ തിരിച്ചറിയുക, പഴയ നിയമത്തിലെ പുരോഹിതൻ രാജാവിന്റെ സൈന്യത്തിന്റെ ദൂതനാണെങ്കിൽ ഈ തലമുറയിൽ നമ്മളും ദൈവരാജ്യത്തിനകത്തെ കർത്താവിന്റെ ദൂതന്മാരാ, കർത്താവിന്റെ ആലോചന വഹിക്കുന്ന ദൈവമക്കൾ. നമ്മൾ പണിയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട് പ്രിയരെ. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം പറയുകയാണ്, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ഈ ആത്മീക യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ശ്രദ്ധിച്ചേ, വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. എന്തിനു വേണ്ടി? ഞാൻ വിശുദ്ധ പുരോഹിതനാണെന്ന് പറയുമ്പോൾ, ഞാൻ രാജകീയ പുരോഹിതനാണെന്ന് പറയുമ്പോൾ ഞാൻ പണിയപ്പെടേണ്ട മേഖലകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പ്രിയരെ. ഏതൊരുവനെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്താൻ നമുക്ക് ദൈവകൃപ ലഭിച്ചെങ്കിൽ ഈ നാളുകളിൽ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പറയണം, രാജകീയ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെട്ടേ പറ്റത്തുള്ളൂ. കാരണം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്കവണ്ണം ഒരു പണിയപ്പെടൽ ഈ തലമുറയിൽ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് രാജകീയ പുരോഹിത വർഗമാണ് നാം എന്ന് പറയുമ്പോൾ തന്നെ ആമേൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന യാഗം കഴിക്കാൻ തക്കവണ്ണം രാജകീയ പുരോഹിത വർഗമായവർ പണിയപ്പെടാൻ ഏൽപ്പിച്ചാൽ തമ്പുരാൻ അസാധാരണമായിട്ട് നമ്മെ ഉപയോഗിക്കും. Bless you in Jesus' name.